നമസ്തേ. എൻ്റെ പേര് കെ ഗോപി. അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങളുടെ പ്രാദേശിക ശാഖയിൽ എൻ്റെ ഏട്ടനായിരുന്നു മുഖ്യ ശിക്ഷക്, ഞാനവിടെ ശിക്ഷകായിരുന്നു. ആ സമയത്താണ് ലോക സംഘർഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യാനുള്ള ആഹ്വാനം വന്നത്. അങ്ങനെ ഞങ്ങളെ ശാഖയിൽ നിന്ന് ഞാനും എൻ്റെ ഏട്ടനടക്കം 6 പേര് സമരത്തിന് വേണ്ടി തയ്യാറായി. ഞങ്ങളുടെ ടീം ലീഡറായിട്ടുള്ള ശ്രീ AV കൃഷ്ണരാജേന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 13 അംഗങ്ങൾ മാനന്തവാടി ഗാന്ധി പാർക്കിൽ വെച്ചിട്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരെ മഹാത്മാഗാന്ധിയുടെ ബാഡ്ജ് ധരിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും സമരം ചെയ്യുകയും അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഗാന്ധി പാർക്കിൽ വെച്ചിട്ട് ഞങ്ങളുടെ ടീം ലീഡർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് വണ്ടി വന്ന് ഞങ്ങളെ ലാത്തി കൊണ്ട് അടിച്ച് ജീപ്പിലടിച്ച് കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അവിടെ വരാന്തയിൽ ഞങ്ങളെ അന്നത്തെ SI ആയിരുന്ന ശ്രീ ദിവാകരൻ, അതേപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളായിരുന്ന പത്മനാഭൻ എന്നിവർ ഞങ്ങളെ ലാത്തി കൊണ്ട് അടിച്ച് അവിടെ വരാന്തയിൽ ഇരുത്തി ശേഷം അറസ്റ്റ് ചെയ്ത് മാനന്തവാടി സബ് ജയിലിൽ ഞങ്ങളെ ഒരു ചെറിയൊരു റൂമിൽ ഞങ്ങൾ 13 അംഗങ്ങൾ, ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്ന സ്വാമിമാരടക്കം ഒരു സന്യാസി അടക്കമുള്ള 13 പേരാണ് ഞങ്ങളുള്ളത്. ഒരു റൂമിൽ, ഒരു ചെറിയൊരു റൂമിൽ 13 പേരെ ഞങ്ങൾ ആ റൂമിലും ആണ് ഞങ്ങളെ തള്ളിയത്. പക്ഷേ ഞങ്ങൾക്ക് വേറെ റൂമോ ഒന്നും അനുവദിച്ചില്ല. അതേപോലെ തന്നെ 3 മാസക്കാലം ഞങ്ങളവിടെ ജയിലിൽ കിടക്കേണ്ടതായി വന്നു. ഞങ്ങൾ മറ്റ് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് മൺപാനിയാണ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത്. വയസ്സായിട്ടുള്ള ആൾക്കാർ, ഈ സ്വാമിയടക്കം വയസ്സായിട്ടുള്ള ആൾക്കാരായിരുന്നു. കിടക്കാൻ കമ്പിളി പോലുമില്ലാത്ത ഒരു ഭയങ്കരമായിട്ടുള്ള ദയനീയ, പട്ടികളെ കൂടിനേക്കാളും അസഹനീയമായ രീതിയിലുള്ള റൂമിലായിരുന്നു ഞങ്ങളെ ഇത്രയും കാലം ഞങ്ങൾ അവിടെ താമസിച്ചത്. ജയിൽ വാർഡന്മാരൊക്കെ ഞങ്ങളോട് നല്ല സമീപനം തന്നെയായിരുന്നു. ഭക്ഷണമൊക്കെ അന്നത്തെ രീതിയിലുള്ള ഗോതമ്പ് കഞ്ഞിയും ഉണ്ടയും ഒക്കെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളെ ശിക്ഷിക്കുകയും ആ ശിക്ഷിച്ച സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ജയിലിൽ കിടന്ന അത്രയും കാലം റിമാൻഡ് കാലാവധി ശിക്ഷയായിട്ട് അനുഭവിച്ച് ഞങ്ങൾ പുറത്തു വിടുകയാണ് ചെയ്തത്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഏട്ടനും എൻ്റെ അമ്മയും ഏട്ടൻ്റെ ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സംഘത്തിൻ്റെ ആഹ്വാനം അനുസരിച്ചിട്ട് ഞാനും എൻ്റെ ഏട്ടനും മറ്റൊന്നും നോക്കാതെ ലോക സംഘർഷ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള സമരത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറായപ്പോൾ എൻ്റെ അമ്മാവൻ ഒരു വലിയൊരു ധനാഢ്യനായിരുന്നു. അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ ആളായിരുന്നു. എൻ്റെ ഏട്ടൻ്റെ ഭാര്യ, ചെറിയ ഏട്ടൻ്റെ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, അഭിമാനം കൊടുത്തുകൂടി പറയാൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ ഏട്ടൻ്റെ മകന്, ഏട്ടൻ്റെ മൂത്ത മകൻ ഇന്ന് മനോരമയുടെ സബ് എഡിറ്ററായിട്ട് പാലക്കാട് വർക്ക് ചെയ്യുകയാണ്. ഇന്ന് IPLൻ്റെ ഒരു സ്റ്റേറ്റ് തലത്തിലുള്ളൊരു അവാർഡ് കിട്ടിയിട്ട് അതിൻ്റെ ഒരു അനുമോദനം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ അടിയന്തരാവസ്ഥ കാര്യത്തിനെ പറ്റി ഞാൻ അവിടെ നിന്ന് എടുത്തു പറഞ്ഞിരുന്നു. അന്ന് 3 വയസ്സായിരുന്നു ഈ ഷജിൽ കുമാറിനുള്ളത്. അവനെ എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയും പിന്നെ എൻ്റെ അമ്മ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അമ്മ എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അമ്മാവൻ പറഞ്ഞു, മക്കൾ 3 നേരം ചോറുണ്ണാൻ പോയിട്ടുണ്ടല്ലോ, നീയും അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയെ അവിടുന്ന് ചവിട്ടി ഇറക്കി. പല വീടുകളിലും പോയിട്ട് യാചിച്ച് അങ്ങനെ ഒരു നേരം മാത്രം കഞ്ഞി കുടിച്ച് അങ്ങനെ 2-3 മാസക്കാലം ജീവിതകാലം കഴിച്ചതാണ് എൻ്റെ അമ്മ. എൻ്റെ ഏട്ടൻ ശരിക്കും പറയാൻ വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 25-ന് മരിച്ചിട്ട് 1 വർഷമായി. എല്ലാവിധ സംഘത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ സജീവമായിരുന്നു. എൻ്റെ അമ്മയും ഒന്നും ജീവിച്ചിരിപ്പില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ഉള്ള ഇതുകൊണ്ട് ഒരു നിരാശ ഇല്ല. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, ഈ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ സംഘത്തിൻ്റെ ശാഖയിൽ കൂടെ പഠിച്ച് വരുന്ന, അതായത് നമ്മുടെ മാതൃഭൂമി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ആ മാതൃഭൂമി രക്ഷിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യണമെന്ന് ശാഖയിൽ കൂടെ കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ നിന്ന് യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്.
വീടിൻ്റെ കാര്യത്തിൽ പിന്നെ അമ്മ വീട് പല വീടുകളിലുമായിട്ട് കയറിപ്പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു. പിന്നെ ഏട്ടൻ്റെ ഭാര്യ പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെ നിന്നും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും പിന്നെ നല്ല രീതിയിൽ തന്നെ പിന്നെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നതിന് ശേഷവും ഞാൻ പിന്നെ സംഘത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സംഘത്തിൻ്റെ വിവിധ പരിവാർ സംഘടനകളിലൊക്കെ തന്നെ ചുമതല വഹിച്ചുകൊണ്ട് ആണ് കഴിഞ്ഞു വരുന്നത്.